കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. മലപ്പുറം ജില്ലയിൽ എടക്കരയ്ക്കടുത്തുള്ള മുപ്പിനി എന്ന ഗ്രാമത്തിലെ പ്രധാന കൃഷിക്കാരനാണ് അഹമ്മദ് കുട്ടി. അഹമ്മദ് കുട്ടിയോടൊപ്പം 55 വർഷമായി പ്രിയപ്പെട്ട ഭാര്യ ആസിയും ഇവിടെയുണ്ട്. പുഴവക്കത്തെ വിശാലമായ പുരയിടം, അവിടെ തെങ്ങും കവുങ്ങും മാവും മരങ്ങളും ചെടികളും നിറഞ്ഞ അനേകം പച്ചകളുടെ പ്രകൃതി. അഹമ്മദ് കുട്ടിക്ക് 76 വയസ്സായി. ഇപ്പോൾ കൂടുതൽ സമയവും വീട്ടിലും പുരയിടത്തിലുമായി കഴിയുന്നു. നിഴൽ പോലെ കൂടെ ആസിയും. മക്കൾ ആകെ 12 പേരാണ്. 5 ആണും 7 പെണ്ണും. പേരക്കുട്ടികൾ 33 പേരുണ്ട്. അഹമ്മദ് കുട്ടിയും ആസിയും പച്ച നിറമുള്ള വസ്ത്രം മാത്രമേ ധരിക്കൂ. വിവാഹത്തിനു മുമ്പ് തന്നെ 2 പേർക്കും അതായിരുന്നു ശീലം. അഹമ്മദ് കുട്ടി 16ാമത്തെ വയസ്സു മുതൽ പച്ച ധരിക്കുന്നു. ഹജ്ജിനു പോയപ്പോൾ മാത്രമാണ് ചുവപ്പ് ഇടേണ്ടി വന്നത്. അതാകട്ടെ മക്കൾ അവിടെ വെച്ച് ഇടിയിച്ചതുമാണ്. പച്ച മാത്രം ഇടുന്നയാളെ നാട്ടുകാർ വിളിക്കുന്നത് പച്ചക്കുപ്പായം എന്നാണ്. അതങ്ങനെ ശീലമായി. ഇവിടേക്ക് പോവുകയാണെങ്കിൽ അതങ്ങനെ ഇട്ടങ്ങനെ ശീലമായതാണ്. അത് കുറേ കാലങ്ങളായിട്ട് അതങ്ങനെ അതിനോടൊരു ഇത് മറ്റുള്ളവർക്ക് ഇടുമ്പോൾ അതൊരു കരിയട്ട വയ്യ കാണുമ്പോൾ. ഷർട്ട് വേറുണ്ട്, ഒരു ചുവന്ന ക്രീമുള്ള ഷർട്ടുണ്ട്. അത് ഞാൻ ഇവിടുന്ന് അജിന് പോയ അന്ന് കുട്ടികൾ ഒരുക്കി പറഞ്ഞയച്ചപ്പോൾ വന്നിട്ടതാണ്. അത് അവിടെ ചെന്ന് ഏറാൻ കെട്ടാൻ വേണ്ടി ഇങ്ങനെ കായപ്പത്തിങ്ങൾക്ക് പോകാൻ വേണ്ടി അപ്പോൾ തവാബിന് ഉമ്രക്ക് പോകാൻ വേണ്ടി അത് കഴിച്ചിട്ട് പിന്നെ ഉപയോഗിച്ചിട്ടില്ല. അത് ഇപ്പോഴും ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെയാണ് അന്ന് മുതലേ അങ്ങനെയാണ് ശീലമായത്. അത് ഇപ്പോഴും തുടർന്ന് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കജിണീന് ഇവരിങ്ങനെ കൊണ്ടുവന്ന് വേണോ എന്ന് ചോദിച്ചു. ഇനി മാണ്ട ഇവിടെ ഉണ്ട്, ഇത് കീറുമ്പോൾ മതിയെന്നും പറയും ഞാൻ. അപ്പം അങ്ങനെയാണ് ഇതിങ്ങനെ ശീലമായത്. അപ്പം എല്ലാവരും പറയും പച്ചക്കുപ്പായം അങ്ങാടി കണ്ടാലും എല്ലാവരും പറയും ഓ പച്ചക്കുപ്പായം കുപ്പായം അങ്ങനത്തെ അന്നത്തെ കാലത്ത്. അപ്പോൾ തരിയിലും മുണ്ടിടാതിട്ടൊക്കെ പാടത്ത് കൂടെ കിളിയാട്ടി കൊണ്ട് നടക്കുമ്പോൾ അങ്ങനെ കൊത്തക്കല്ലും കളിച്ചും കണ്ട് അങ്ങനെയാണ് കൊടുത്ത് അങ്ങനെയൊക്കെ ചേരായി. അങ്ങനെയാണ് പോയി. പിന്നെ ഉണ്ടായി ഒരു വെള്ള കാച്ചിൻ്റെയും വെള്ളമേൽ ഒരു കരണ്ടെയും കേട്ടോ തുണി. അതും അങ്ങനെ ചെറുതായി ഞാൻ അങ്ങനെയാണ് കൊടുത്തുകൊണ്ട് അങ്ങനെ പാസ്സായി. പിന്നെ ഞാൻ കല്യാണം കഴിച്ചു വരും പിന്നെ എൻ്റെ ഉടുപ്പ് എനിക്ക് കൊടുന്നതും കൂടി അന്നത്തെ കാലത്ത് എനിക്കൊരു പച്ച, അതിനുണ്ട് ഇനിയൊരു കര സാധനം പച്ച, കരക്ക് ചുവപ്പ്, അങ്ങനെ എങ്ങാണ്ടിരുന്നു. അങ്ങനത്തെ പിന്നെ തുണികളാണ് അന്ന് ചോർന്നിങ്ങിയത്. അഹമ്മദ് കുട്ടി ഉറച്ച മുസ്ലിം ലീഗുകാരനാണ്. പക്ഷേ ഈ പച്ചയ്ക്ക് ലീഗുമായി ബന്ധമില്ല. ഹരിതക്കൊടിയെ മാറ്റി വേറെ കളറാക്കിയാൽ കാക്ക കുപ്പായം പറ്റുമോ? അത് ഇതിപ്പോ മാറ്റൂല. ലീഗുകാര് കളറ് മാറ്റിയാലെന്ന് പറഞ്ഞാൽ ഇതിപ്പോ അതങ്ങനെ ശീലിച്ചു പോയി. അതിനിപ്പോ അങ്ങനെ മാറില്ല. പണ്ട് വീടിന്റെ നിറവും പച്ചയായിരുന്നു, കിടപ്പുമുറിയും പച്ച തന്നെ. മക്കൾ വലുതായപ്പോൾ അവർ സംഘടിച്ച് നിറം മാറ്റി. പക്ഷേ വേഷത്തിന്റെ നിറം മാറ്റാൻ അവർക്കായില്ല. പച്ചമ്പത്താണ് പോട്ടെ. നമ്മളിപ്പോ ഇനി വലിയ ആയുസൊന്നും ഇനിയിപ്പോ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. കൂടി വന്നാൽ ഇനിയിപ്പോ ഒരു 10 or 5 കൊല്ലം ഇത്രയൊക്കെ നമ്മളെ ഇതിലുള്ളൂ. ഇന്റെ മൂത്ത ജ്യേഷ്ഠന്മാരെ കണക്കൂട്ടിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ എന്നോ മരിക്കേണ്ട ആൾക്കാരാണ്. ഓന് നന്ന ചെറിയ അഞ്ചന്റെയും വലിയ കാരണന്മാരുണ്ടാവും പോയി. ഇതിപ്പോ ഞാനിപ്പോ കുറച്ച് നീളമാണ് നല്ലതുകൊണ്ട് കണ്ടാല്. പ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോ ഞാൻ ഇപ്പൊ ഇന്ന് കഴിഞ്ഞു, നാളെ കഴിഞ്ഞു ഈ ഒരു ചിന്താഗതിക്കൊന്ന് കെട്ടിക്കണം. അല്ലാത്ത വലിയ പരിപാടിയൊന്നും ഈ തന്നിട്ടൊന്നുമില്ല. വയസ്സനാണ് വരുന്നതെങ്കിൽ അയിലേം ചോറും നൽകേണം. ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. അതിച്ച് പറയില്ല. എന്റെ ഈ ശരീരത്തുമേൽ ഇന്ന് വരെ ഞാനൊരു പുള്ളിയായിട്ടില്ല തുണികൾ ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ഞാൻ എന്റെ മേത്ത് വെച്ചിട്ടുണ്ട്. ഇച്ച ഇപ്പോഴും പറ്റൂല, ഇപ്പോഴും കൊടുക്കൂല. ഇച്ച അത് മേത്തേക്ക് തട്ടുമ്പോ അതിന്റെ രോമത്തിന് ഇങ്ങനെ എന്റെ സത്യം പറയാ എനിക്കൊരു മണം കൂടുതലാണ് തോന്നും. അപ്പൊ നോണ പറയുന്നു. മക്കൾ വിദേശത്തുനിന്ന് വരുമ്പോൾ മാതാപിതാക്കൾക്കായി കൊണ്ടുവരുന്നത് പച്ചത്തുണികൾ. അവ അധികവും തുണികളായി തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു.